കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണം അടുത്ത മാർച്ചിൽ ആരംഭിക്കും. ആദ്യഘട്ട ടെൻഡർ നടപടി പൂർത്തിയായി. പദ്ധതിയുടെ ഭാഗമായി ഭൂമി നഷ്ടമാകുന്നവർക്ക് ഉയർന്ന നഷ്ടപരിഹാരം നൽകുമെന്ന് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് പറഞ്ഞു. താമരശ്ശേരി ചുരം റോഡിന് ബദലായി നിർമ്മിക്കുന്ന തുരങ്കപാതയ്ക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രാഥമിക അനുമതി ലഭിച്ചു കഴിഞ്ഞു. 2020 പദ്ധതി പ്രഖ്യാപനം നടത്തിയ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയാണ് യാഥാർത്ഥ്യമാകുന്നത്. കിറ്റ്കോ നടത്തിയ സാമൂഹികാഘാത പഠന റിപ്പോർട്ട് അനുസരിച്ച് പദ്ധതിക്കായി ഭൂമി നഷ്ടപ്പെടുന്നവരുമായി വയനാട്, കോഴിക്കോട് ജില്ലാ ഭരണകൂടങ്ങൾ ചർച്ച നടത്തി. അടുത്ത വർഷം മാർച്ചിൽ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയെ പിന്തുണയ്ക്കുന്നുവെന്നും എന്നാൽ സ്ഥലം വിട്ടു നൽകുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വയനാട്ടിലേക്കുള്ള തുരങ്കപാത ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമാണ്. അത് വേണ്ട വിധത്തിൽ പരിസ്ഥിതിക്ക് കോട്ടമില്ലാതെ നടത്തുന്നതിൽ പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ തുരങ്കപാത വിഭാവനം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് തുരങ്കപാതയെ പ്രതികൂലമായി അല്ലെങ്കിൽ അതിന് തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് സാധാരണക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആവശ്യമായ കോമ്പൻസേഷൻ കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കുന്നത് മാത്രമേ ഈ തുരങ്കപാത മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലാണ്ട് ഒരു വിഭാഗം ആളുകളെ ബലി കൊടുത്തുകൊണ്ടല്ല തുരങ്കപാത വരേണ്ടത്. ആകെ 7.5 കിലോമീറ്റർ ദൂരത്തിലാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. പദ്ധതിക്കായി ഉപയോഗിക്കുന്ന ഭൂമിക്ക് പകരം 17 ഹെക്ടർ ഭൂമിയിൽ മരം വെച്ചു പിടിപ്പിക്കണമെന്നും അത് റിസർവ് വനമായി വിജ്ഞാപനം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയിരിക്കുന്നത്. കിഫ്ബിയിൽ നിന്നുള്ള 658 കോടി രൂപ ചെലവഴിച്ച് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. 24 കോഴിക്കോട്.